ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. എന്നാൽ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട നിങ്ങൾ ഒരുപാട് കൊല്ലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന മോഹങ്ങളൊന്നും മാനിഫെസ്റ്റേ ചെയ്യാറില്ല. ഒന്നില്ലെങ്കിൽ നന്നായിട്ട് അതിന് ഡിലേ സംഭവിക്കും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അവിടെ എത്തിയെന്ന് തോന്നും. ഹെൽത്തി റിലേഷൻഷിപ്പ് ചോദിച്ചാൽ ടോക്സിക് റിലേഷൻഷിപ്പ് തരും. ഒരു നല്ലൊരു വസ്തു ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും ലോ ക്വാളിറ്റി നിങ്ങൾക്ക് ലഭിക്കും. നല്ലൊരു ജോലി ചോദിച്ചാൽ ജോലി കിട്ടും, പക്ഷേ സാലറി വളരെ കുറവായിരിക്കും. എന്താണ് ഇതിൻ്റെ ഒരു സീക്രട്ട്? ഇതെല്ലാവർക്കും അനുഭവമുള്ളതാണ്. യൂണിവേഴ്സ് എവിടെ ശരിക്കും എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ഭാഗത്തുള്ള എന്തെങ്കിലും തെറ്റുകളാണോ അതോ യൂണിവേഴ്സിൻ്റെ ഏതെങ്കിലും ഇടപെടലുകളാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഉത്തരത്തിന് വേണ്ടിയിട്ട് ചെറിയ ആഗ്രഹങ്ങൾ, അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് റെലവൻസ് ഇല്ലാത്ത, നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന ആഗ്രഹങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ചെറിയ ചെറിയ ഡിസയേഴ്സ് ഉണ്ടാവും. ഈ ആഗ്രഹങ്ങൾ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇനിയിപ്പോൾ ചെറിയ ആഗ്രഹം വലിയ ആഗ്രഹം ഈ രണ്ടും ഒരു കമ്പാരിസൺ പോലെ നമ്മളിതിനെ സംസാരിച്ചാലും, ചെറിയ ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലും വലിയ ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലും കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസത്തിനുള്ള ഒരു പേരാണ് ദ ലോ ഓഫ് കർമ്മ. കർമ്മയെക്കുറിച്ച് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നല്ലത് ചെയ്താൽ നല്ലത് വരും, മോശം ചെയ്താൽ മോശം വരും, അല്ലെങ്കിൽ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് ഷോർട്ടായിട്ട് പറയാൻ സാധിക്കും. ഇതാണ് ലോ ഓഫ് കർമ്മ. ഇവിടെ ചെറിയ ആഗ്രഹങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും അവിടെ ഇടപെടാറില്ല. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയപ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്കൊരു 100 രൂപ മാനിഫെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 1000 രൂപ മാനിഫെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചെറിയൊരു ജോലി മാനിഫെസ്റ്റ് ചെയ്യണം, പെട്ടെന്ന് കിട്ടും. 1, 2, 3 ദിവസം കൊണ്ട് നിങ്ങളുടെ വെറും വിൽ പവർ കൊണ്ട് മാത്രം. ഓക്കെ, കുറച്ച് ഇതിനൊക്കെ ചെറിയ ചെറിയ പ്രാണിക് എനർജി മതി. ഇപ്പോൾ ചിലർക്കൊക്കെ നന്നായിട്ട് ഉണ്ടാവും, ഓൾറെഡി അവർക്ക് ഉണ്ടാവും. അപ്പോൾ ആ എനർജി കാരണം ഈ പണമൊക്കെ ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ആവും. ചെറിയ ജോലിയൊക്കെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും. നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം മാത്രം നീണ്ടു നിൽക്കുന്ന റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരുപാട് ടോക്സിക് ആൻഡ് നെഗറ്റിവിറ്റി ഉള്ള റിലേഷൻഷിപ്പോ വരും. ഇതൊക്കെ പെട്ടെന്ന് 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 മാനിഫെസ്റ്റ് ആവും. ഇതൊക്കെ നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും. കാരണം എന്താ ചോദിച്ചാൽ ഇവിടെ കർമ്മ അത്ര ഇടപെടാറില്ല. നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ അത് നല്ലതോ മോശമോ എന്തോ ആയിക്കോട്ടെ, അതൊന്നും ചെറിയ ചെറിയ മോഹങ്ങൾക്കോ ഡിസയേഴ്സിനോ ഒരിക്കലും ഇടപെടാറില്ല. പക്ഷേ വലിയ മോഹങ്ങൾ, അതിനൊരു പ്രത്യേകതയുണ്ട്. അത് മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ജീവിതം മുഴുവനും മാറി മറിയും. സത്യമല്ലേ? നിങ്ങൾക്ക് പെട്ടെന്നൊരു 25 ലക്ഷം രൂപ കിട്ടി. നിങ്ങൾ ഇന്നലെ ജീവിച്ച പോലെ ആയിരിക്കും ഇന്നു മുതൽ ജീവിക്കുക? ഒരിക്കലുമല്ല. നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റമുണ്ടാകും. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളോട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റം ഉണ്ടാകും. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനി, നിങ്ങളുടെ കർമ്മപാത തന്നെ മൊത്തത്തിൽ അവിടെ മാറി മറിയാണ്. ഇതാണ് വലിയ ആഗ്രഹങ്ങളുടെ വ്യത്യാസം. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ചെറിയ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ കർമ്മയുടെ ഇൻഫ്ലുവൻസ് നല്ല കുറവാണ്, ഓർ ചില സമയത്ത് 0 ആണ്. പക്ഷെ വലിയ ആഗ്രഹങ്ങൾ, നമ്മൾ അതിനു വേണ്ടി ഓടാറുണ്ട് അല്ലേ? ആ വലിയ വലിയ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം കർമ്മങ്ങൾ, കാർമിക് ബ്ലോക്കേജുകൾ, നിങ്ങളുടെ കാർമിക് സൈക്കിളുകൾ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ടൈംസ്, ഈവൻ നിങ്ങളുടെ ഈ കുട്ടിക്കാലം എടുത്തോളൂ, അതുപോലും ഇവിടെ ഇടപെടും. പല കാരണങ്ങൾ കൊണ്ടും അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. കാരണം അത് മാനിഫെസ്റ്റ് ചെയ്താൽ ജീവിതം മാറും. ആ ജീവിത മാറ്റത്തിനുള്ള പാഠങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഇതാണ് കാർമിക് ബ്ലോക്കേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾ എത്ര തലകുത്തി നിന്ന് ശ്രമിച്ചാലും മാനിഫെസ്റ്റ് ആവാൻ വൈകുന്നത്. ചെറിയ ആഗ്രഹങ്ങൾ പിന്നെയും പെട്ടെന്ന് പെട്ടെന്ന് സംഭവിക്കുന്നത്. അവിടെ ലോ ഓഫ് കർമ്മ എന്നുള്ള കാര്യം ഇടപെടുന്നുണ്ട്. നൗ ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നറിയുന്നതിന് മുൻപ് നിങ്ങൾ ലോ ഓഫ് കർമ്മയെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. പലർക്കും അറിയാം, നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് വരും, മോശം ചെയ്താൽ മോശം വരും. ഇതാണ് എല്ലാവരുടെയും അണ്ടർസ്റ്റാൻഡിങ്. അത് തെറ്റാണ്. കാരണം കർമ്മയിൽ ഗുഡ് കർമ്മ ബാഡ് കർമ്മ എന്നുള്ള സംഭവമേ ഇല്ല. ഇതൊരു റിയാക്ഷൻ പോലെയാണ്. ഇപ്പോൾ നിങ്ങളൊരു ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് ചാടുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ചിരിച്ച് ചാടിയാലും വിഷമിച്ച് ചാടിയാലും താഴെ വീണ പണി കാലിയാണ്. ഒരു വ്യത്യാസവുമില്ല. ഇതാണ് കർമ്മ. നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്നു, വിഷമത്തോടെ ചെയ്യുന്നു, അതിനും കർമ്മയ്ക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്തത്, നിങ്ങളുടെ ഉള്ളെങ്ങനെയാണ്, ഇതാണ് കർമ്മയുടെ എഫക്റ്റ് തീരുമാനിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ചുറ്റും പലതരത്തിലുള്ള നെഗറ്റീവ് ആളുകളാണുള്ളത്. നെഗറ്റീവ് ഫ്രണ്ട്സും നെഗറ്റീവ് ഫാമിലി ഗ്രൂപ്പും വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേറ്റീവ്സും ടോക്സിക് ആയിട്ടുള്ളൊരു ഹസ്ബൻഡോ വൈഫോ റിലേഷൻഷിപ്പോ ഗേൾ ഫ്രണ്ടോ എന്തോ ആയിക്കോട്ടെ ടോക്സിക് ആണെന്ന് വിചാരിക്കുക. പലരും ഇത് കർമ്മ വെച്ച് വായിക്കുമ്പോൾ എല്ലാവരും എന്താ പറയുക, നീ ആരെയൊക്കെയോ വേദനിപ്പിച്ചിട്ടുണ്ട്, നീ ആരെയൊക്കെയോ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, നീ ആരെയൊക്കെയോ വിഷമിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ
ഇവരൊക്കെ നിന്നെ വിഷമിപ്പിക്കുന്നത്. ഇതാണ് കർമ്മ അല്ലേ? ഇങ്ങനെയല്ലേ നിങ്ങൾക്കറിയാം. നമ്മൾ ആരെയോ വേദനിപ്പിച്ചു, ഇന്ന് നമ്മൾ ആ വേദന തിരിച്ചനുഭവിക്കുന്നു. നമ്മൾ ആരെയോ ഹേർട്ട് ചെയ്തു, ഇന്ന് നമ്മൾ ആ ഹേർട്ട് തിരിച്ചു വാങ്ങുന്നു. നമ്മൾ പണ്ട് ആരെയോ നെഗറ്റീവായിട്ട് അവരെ കുറ്റപ്പെടുത്തി, അത് അവരെ വിഷമിപ്പിച്ചു, ഇന്ന് നമ്മൾ ആ വിഷമം അനുഭവിക്കുന്നു. തെറ്റാണ്. കാരണം എത്രയോ പാവങ്ങളുണ്ട്. ഇപ്പം ഞാൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ല, ഞാൻ ആരെയും വിഷമിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് എന്നെ എല്ലാവരും വിഷമിപ്പിക്കുന്നു? എന്തുകൊണ്ട് എന്നെ എല്ലാവരും നോവിക്കുന്നു? എന്തിനാ എല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നു? എന്തുകൊണ്ട് എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു? ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെയാണ് ലോ ഓഫ് കർമ്മയുടെ മാജിക്ക്. മറ്റുള്ളവരോട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് കർമ്മ നോട്ട് ചെയ്യുന്നുണ്ട്, സത്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാളും പ്രപഞ്ചത്തിൻ്റെ ലോ ഓഫ് കർമ്മ നോട്ടീസ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളോടെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. എന്താണ്? മറ്റുള്ളവരോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല. അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്, ഞാൻ ടോട്ടലി ഇല്ല എന്നല്ല പറയുന്നത്, നോട്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻസ് നിങ്ങൾ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു. അപ്പം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാണ്, ഞാൻ പോരാ, മോശമാണ്, എനിക്ക് കോൺഫിഡൻസ് കുറവാണ്, എനിക്കത് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, എൻ്റെ മനസ്സ് എപ്പോഴും നെഗറ്റീവാണ്, എനിക്ക് എന്നെക്കുറിച്ച് നെഗറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ, എന്നെ എനിക്ക് പോസിറ്റീവായി കാണാൻ പറ്റുന്നില്ല, എനിക്ക് സ്വയം ഒറ്റയ്ക്കിരുന്ന് സന്തോഷിക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ എപ്പോഴും സ്വയം കുറ്റപ്പെടുത്തി, സ്വയം ക്രിട്ടിസൈസ് ചെയ്ത്, സ്വയം വിഷമിപ്പിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അങ്ങനെ തന്നെ ലോകം നിങ്ങളോട് പെരുമാറും. ഇതാണ് ടോക്സിക് ആയ ആൾക്കാരെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാനുള്ള റീസൺ. നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് വേണം, മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, അത് വലിയ ആഗ്രഹമാണ്. പക്ഷെ കയ്യിൽ വന്നത് എന്താ? ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ ഗുണങ്ങളെ അതേപോലെ തിരിച്ചു കാട്ടുന്ന ഒരു മിറർ, ഒരു ടോക്സിക് പേഴ്സൺ. ഇതാണ് ചെറിയ ആഗ്രഹം. ഓക്കെ, ഇതൊരിക്കലും നിങ്ങൾക്ക് വർക്കാവില്ല. നിങ്ങൾ വലിയൊരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്തു അല്ലേ, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് വേണ്ടി സ്ട്രൈവ് ചെയ്തു, വന്നതോ ടോക്സിക് കണക്ഷൻ. എന്തുകൊണ്ട് വന്നു? കാർമിക് ബ്ലോക്കേജ്. എന്താണ് ആ ബ്ലോക്കേജ്? നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വേദനിപ്പിക്കുന്നു. ദിസ് ഈസ് ലോ ഓഫ് കർമ്മ. ഇനി പണത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ കാര്യം, അതിൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ആരുടെ പൈസയും മോഷ്ടിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും വേറെ എവിടെ നിന്നും പൈസ തട്ടിപ്പറിക്കാൻ നോക്കിയിട്ടില്ല, ഞാൻ ഫേക്കായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല, ഞാൻ പൈസ വേസ്റ്റ് ചെയ്തിട്ടില്ല, എനിക്ക് പൈസ കിട്ടുന്നില്ല. ഇതിന് റീസൺ എന്താണ്? ലോ ഓഫ് കർമ്മയാണെങ്കിൽ ഞാൻ തെറ്റ് ചെയ്താലല്ലേ എൻ്റെ കയ്യിൽ പൈസ വരാതിരിക്കാൻ പാടുള്ളൂ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പൈസ വെച്ചിട്ട്. പിന്നെ എന്തുകൊണ്ടാണ്? ഇവിടെ ആൻസർ സിമ്പിളാണ്. നിങ്ങളുടെ കയ്യിൽ 10 രൂപയുള്ളൂ എന്ന് വിചാരിക്കുക. ആ 10 രൂപ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ലോ ഓഫ് കർമ്മ നോക്കുന്നത്. 10 രൂപ നിങ്ങളത് വളരെ നിങ്ങളുടെ സെൽഫിനെ വേദനിപ്പിക്കുന്ന, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇതിനു വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. പോട്ടെ, ഒരു 1000-2000 രൂപയുണ്ട് വിചാരിക്കും. നിങ്ങൾ അതിനൊരു സിഗരറ്റ് വാങ്ങിച്ചു, നിങ്ങൾ അതിനൊരു ആൽക്കഹോൾ വാങ്ങിച്ചു, നിങ്ങൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും മോശമായ സംഭവം വാങ്ങിച്ചു, നിങ്ങൾ വളരെ അൺഹെൽത്തി ആയ ഭക്ഷണം കഴിച്ചു, നിങ്ങൾ അതിലൊരു അൺഹെൽത്തി ആയിട്ട് വേസ്റ്റ് ചെയ്തു. പണത്തെ റെസ്പെക്റ്റ് ചെയ്യാതെ, സെൽഫിന് ഹെൽത്തി ആയിട്ടൊരു സപ്പോർട്ട് കൊടുക്കാൻ ഉപയോഗിക്കാതെ, നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുന്ന ഒരു കാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ ആ പൈസയെ നെഗറ്റീവ് വൈബ്രേഷന് വേണ്ടി ഉപയോഗിച്ചു, നെഗറ്റിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു എങ്കിൽ പിന്നെ അത് തിരിച്ചു വരില്ല. സീരിയസ്ലി, നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്നുള്ളത് പോയിൻ്റേ അല്ല, ആ പൈസ നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു, നിങ്ങളതെങ്ങനെ ഡെലിവർ ചെയ്തു, നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രകൃതിയിലോട്ട് ഈ മണി എനർജിയെ നിങ്ങൾ കൊടുത്തത്, എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തത്? ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടാണോ, സിഗരറ്റ് യൂസ് ചെയ്തിട്ടാണോ, അതോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബാഡ് ഹാബിറ്റിന് വേണ്ടിയിട്ടാണോ, അതോ എന്തെങ്കിലും ഹോബിക്ക് വേണ്ടിയിട്ടാണോ, സമയം പോക്കിന് വേണ്ടിയിട്ടാണോ, സിനിമാ ടിക്കറ്റിന് വേണ്ടിയിട്ടാണോ? ജസ്റ്റ് തിങ്ക്. അങ്ങനൊരു വേസ്റ്റേജ് അവിടെ വന്നു കഴിഞ്ഞാൽ, സെൽഫിന് വേണ്ട രീതിയിൽ നിങ്ങളത് ഉപയോഗിക്കാതെ, നിങ്ങളുടെ സ്വന്തം വൈബ്രേഷൻ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലല്ലാതെ നിങ്ങളതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൈസ നിൽക്കില്ല. കാരണം യൂണിവേഴ്സ് 10 രൂപയെങ്കിൽ 10 രൂപ, അതൊരു എനർജിയാണ്, അതൊരു കറൻസി എനർജി കേട്ടുണ്ടാവും. ഇതൊരു എനർജിയാണ്. ആ എനർജി നിങ്ങൾ നെഗറ്റിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു. പിന്നെ എന്തിന് യൂണിവേഴ്സ് നിങ്ങൾക്കത് കൂടുതൽ തരണം? എന്തിന് പ്രകൃതി നിങ്ങൾക്ക് കൂടുതൽ ഫണ്ട് ചെയ്യണം? ഇതാണ് ലോ ഓഫ് കർമ്മ ഇൻ മണി.
അതേപോലെ തന്നെ ഇപ്പോൾ ജോലി, എനിക്ക് വലിയ ജോലി, ഞാൻ പഠിക്കുന്നുണ്ട്, എനിക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു 2-3 മണിക്കൂർ പഠിക്കാൻ സമയം കിട്ടി. ഈ 2-3 മണിക്കൂർ നിങ്ങൾ ആ പുസ്തകത്തോട് ആത്മാർത്ഥത പുലർത്തിയോ ഇല്ലയോ? നിങ്ങൾ ആ 3 മണിക്കൂർ നിങ്ങളുടെ എനർജി ശരിക്കും അതിനെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി, ഒരു ഗെയിനിന് വേണ്ടി, ആ പരീക്ഷ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ മുഴുവനായും ഇൻവെസ്റ്റ് ചെയ്തോ ഇല്ലയോ? ഹാർഡ് വർക്ക് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരേ 1 മണിക്കൂർ ഡെയിലി പഠിക്കുന്നുള്ളൂ, മതി. ആ 1 മണിക്കൂർ കറക്റ്റായി നിന്നോ ഇല്ലയോ? ആ എനർജിയെ നിങ്ങൾ കറക്റ്റായി യൂട്ടിലൈസ് ചെയ്തോ ഇല്ലയോ? ഇതാണ് ഇവിടുത്തെ ലോ ഓഫ് കർമ്മ. ഇപ്പോൾ മനസ്സിലായോ? അതുകൊണ്ടാണ് ചെറിയ മോഹങ്ങൾ കർമ്മയിൽ ഇൻഫ്ലുവൻസ് ഇല്ലാത്തത്. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നില്ല. ഒരു 100 രൂപ കളഞ്ഞു കിട്ടി, 1000 രൂപ കളഞ്ഞു കിട്ടി, ഒരു 3000 രൂപ കളഞ്ഞു കിട്ടി, ഇതൊന്നും വലിയ മാറ്റം വരുത്തില്ല. നിങ്ങൾക്ക് തോന്നും 3000 ഒക്കെ വലിയ എമൗണ്ടാണ്. ബട്ട് സ്റ്റിൽ ഒരു ഹ്യൂമൻ ബീങ്ങിന് ഡീപ്പായിട്ടുള്ള മാറ്റം വരുത്താൻ ക്രിയേറ്റീവായിട്ട് അത് ഉപയോഗിച്ചാൽ വരും. അല്ലാത്ത പക്ഷം 99% 3000 ഈസ് നോട്ട് ഇനഫ്. പക്ഷേ 3 lakh, 1 lakh, 20 lakhs, 25 lakhs, 2 crores ആ മനുഷ്യൻ്റെ തലവിധി, ഡെസ്റ്റിനി തന്നെ മാറ്റി എഴുതും. അങ്ങനെ മാറ്റി എഴുതണ ഒരു സംഭവം യൂണിവേഴ്സ് തരണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ പൈസ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ വൈബ്രേഷൻ കൂട്ടാൻ മാത്രം ഉപയോഗിക്കണം. നിങ്ങളെ ബെനിഫിറ്റ് ചെയ്യുന്ന, നിങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ മാത്രം കൊടുക്കണം. നിങ്ങളുടെ സെൽഫിനെ ആരോഗ്യകരമായി ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ മാത്രം നിങ്ങൾ അതിനെ ചാനൽ ചെയ്തിരിക്കണം. എത്ര രൂപ എന്നുള്ളത് ഇവിടെ ഡൗട്ടേ അല്ല. ഇങ്ങനെയാണ് പണക്കാരാവുന്നത്. ആദ്യം അവർക്കൊരു 10,000 കിട്ടി, 10,000 ഒരു മനോഹരമായിട്ട് ഉപയോഗിക്കും. ബിസിനസ് എവിടെയാണെന്ന് വെച്ചാൽ റീഇൻവെസ്റ്റ് ചെയ്തിട്ട്, ബിസിനസ് തന്നെ വേണമെന്നൊന്നുമില്ല, എവിടെയാണെങ്കിലും മനോഹരമായിട്ട് അവർ ഉപയോഗിക്കും. ഇപ്പോൾ യൂണിവേഴ്സ് വെരി ഗുഡ് 20,000 കൊടുക്കും, അത് മനോഹരമായിട്ട് ഉപയോഗിക്കും. വെരി ഗുഡ് 60,000 കൊടുക്കും, അതും ഗംഭീരമായി ചെയ്തു. ദെൻ 1.5 ലക്ഷം, 2 ലക്ഷം, ഇങ്ങനെയാണ് പൈസ കൂടുന്നത്. അവരെത്രത്തോളം ആ പൈസ അവരുടെ സ്വന്തം സെൽഫിനെ വളർത്താൻ, അവരുടെ വൈബ്രേഷൻ പോസിറ്റീവാക്കി ഹയറാക്കി കൂട്ടാൻ ശ്രമിക്കുന്നോ അത്രത്തോളം യൂണിവേഴ്സ് അവരെ ഫണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യുന്നോ, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അവർ എത്ര ടോക്സിക് ആണെങ്കിലും, ഞാൻ അവരെ പോയി സഹിക്കണം എന്നല്ല പറയുന്നത്, അവരുടെ മനസ്സ് മനസ്സിലാക്കുക. എന്നിട്ട് അത് സഹിച്ച് അവിടെ കൂടിയിരിക്കാൻ പാടില്ല. ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫിനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്, നിങ്ങളുടെ സെൽഫിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്, നിങ്ങളുടെ സെൽഫിനെ ഒരു ജയിലിലിടുന്നതിന് തുല്യമാണ്. ഒരു ടോക്സിക് നെഗറ്റീവ് കണക്ഷനിൽ നിങ്ങളത് ടോക്സിക്കാണ് അറിഞ്ഞിട്ടും അവിടെ തന്നെ ഇരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം സെൽഫിനോട് ചെയ്യുന്ന ക്രൈമാണ്, വലിയൊരു കുറ്റകൃത്യമാണ്. അതൊന്നും യൂണിവേഴ്സ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങളെ രക്ഷിക്കാൻ ഒരാളും വരില്ല. അവിടെ നിന്ന് ചാടി പിന്നെ മറ്റൊരു ടോക്സിക്കിലേക്ക് പോകുമെന്നല്ലാതെ അവിടെ നിന്ന് ചാടി ഒരു പോസിറ്റീവിലേക്ക് നിങ്ങൾ പോകില്ല, ഒരു ഹെൽത്തി ആളുടെ കയ്യിലേക്ക് പോവില്ല. കാരണം ഹെൽത്തി ആൾ അവർ നല്ലൊരു വൈബ്രേഷനിലിരിക്കുകയാണ്. അവരെന്തിനാ നിങ്ങളെപ്പോലെ ഒരു നെഗറ്റീവിനെ സഹിക്കേണ്ട ആവശ്യം? ഞാൻ കുറ്റം പറയല്ല, നിങ്ങൾ ശരിക്കും നോക്കൂ അല്ലേ, ലോജിക്കലി ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് വിചാരിക്കുക, നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ട് വിചാരിക്കുക. നിങ്ങൾ അങ്ങനെ ഒരു പാർട്ട്ണറെ അല്ലേ ആഗ്രഹിക്കൂ, അങ്ങനെ ഒരു ഫ്രണ്ടിനല്ലേ ആഗ്രഹിക്കൂ? ഒരു ടോക്സിക് പേഴ്സണെ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കോ ഇല്ലയോ? ഇല്ലല്ലോ. അപ്പോൾ അവരെന്തിനും നിങ്ങളെ സ്വീകരിക്കണം? ക്ലിയർ? ദിസ് ഈസ് ലോ ഓഫ് കർമ്മ. അല്ലാതെ നല്ലത് ചെയ്താൽ നല്ലത് വരും അങ്ങനെയല്ല. നിങ്ങൾ എങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ റിസോഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ഇതാണ് കർമ്മയെ തീരുമാനിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ഹൗ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പോലും, അതൊരു പേഴ്സൺ ആണെങ്കിലും വസ്തുവാണെങ്കിലും, ഈ ലോ ഓഫ് കർമ്മ പ്രകാരം ഇങ്ങനെയാണ് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ കൃത്യമായി മനസ്സിലായോ? ഇനി അടുത്ത് വരുന്ന കോമൺ ആയിട്ടുള്ള ചോദ്യം, ഇതെങ്ങനെ ചേഞ്ച് ചെയ്യണം? ഇപ്പം ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ലൈഫിൽ ഇത്രയും നെഗറ്റിവിറ്റി ഉണ്ടെന്ന് ഉറപ്പായിട്ടുണ്ടാവും. സിമ്പിളാണ്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് നോക്കുക, ടോക്സിക് ആണോ, നെഗറ്റീവ് ആണോ, പെയിൻഫുൾ ആണോ, നിങ്ങളുടെ വൈബ്രേഷനിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്? മനസ്സുകൊണ്ട് നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങളൊന്നും ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് 100%. കാരണം യൂണിവേഴ്സിൻ്റെ നിയമങ്ങൾ തെറ്റില്ല, മനുഷ്യനെ മനസ്സേ തെറ്റൂ. പ്രപഞ്ചത്തിന് തെറ്റില്ല, പ്രകൃതിക്ക് തെറ്റില്ല, നമ്മൾക്ക് മാത്രമേ തെറ്റുപറ്റൂ. സോ നിങ്ങളുടെ സെൽഫിനെ ഏതൊക്കെ രീതിയിലാണ് വേദനിപ്പിക്കുന്നത്, സ്വയം ഏതൊക്കെ രീതിയിലാണ് ഹേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ വിഷമിപ്പിക്കുന്നത്, എങ്ങനെയാണ് അതിനെ കൂടുതൽ കൂടുതൽ നെഗറ്റീവ് വൈബ്രേഷനിൽ കൊണ്ടുപോകുന്നത്, ചിന്തിക്കുക, കണ്ടുപിടിക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് കറക്റ്റായിട്ട് ലിസ്റ്റ് എഴുതി വയ്ക്കുക. ഇനി പൈസ നിങ്ങൾക്ക് കുറവുണ്ടോ, നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നിങ്ങളുടെ പൈസയെ വേസ്റ്റായി കളയുന്നത്, അതാദ്യം മനസ്സിലാക്കുക.
എവിടെയൊക്കെ കൊണ്ട് കളയുന്നത്, എങ്ങനെയാണ് അതിനെ മോശമായിട്ട് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ വൈബ്രേഷൻ കുറയ്ക്കുന്ന ഹാബിറ്റുകളിൽ അതിനെ അതിനെ ചാനൽ ചെയ്യുന്നത്. സ്റ്റോപ്പ് ചെയ്യുക, അവസാനിപ്പിക്കുക. എന്നിട്ട് കൂട്ടി വയ്ക്കാൻ പാടില്ല. സേവിങ്സ് ഒന്നും ഇരുന്നോട്ടെ, അല്ലാണ്ട് ചേർത്ത് വയ്ക്കാൻ പാടില്ല. കാരണം എനർജിയാണ് നല്ല കാര്യത്തിന് ഡെലിവർ ചെയ്യൂ. പറ്റുമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, പ്രോപ്പറായി ചാരിറ്റി ചെയ്യുക. ഇനി ചാരിറ്റി തന്നെ ചെയ്യണം നിർബന്ധമൊന്നും ഒരിക്കലുമില്ല. നിങ്ങളുടെ സെൽഫിന് ബെനിഫിഷ്യലായി ഇപ്പോൾ ഒരു നല്ല ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റുകൾ നിങ്ങൾ ആ പൈസ കൊണ്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സെൽഫിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബുക്കോ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അതൊരു മെഡിറ്റേഷൻ ആവാം, ഒരു കോഴ്സ് ആവാം, ഇപ്പോൾ ഒരു യോഗ സ്റ്റുഡിയോയിൽ ചേരുന്നതാവാം, അല്ലെങ്കിൽ ജിമ്മിൽ ചേരുന്നതാവാം. സംതിങ്. പൈസ മര്യാദയ്ക്ക് ഉപയോഗിക്കുക. നിങ്ങളുടെ വൈബ്രേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഡെലിവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. ഇനി ലാർജ്ലി ഇതൊന്നും അല്ല, എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളാണ്, എന്തോ അതും എനിക്ക് മാനിഫെസ്റ്റ് ആകാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു പോയിൻ്റ്, മനസ്സിൽ ഓർമ്മ വെക്കേണ്ട പോയിൻ്റ്, നമ്മൾക്ക് എനർജി എന്നതിനപ്പുറം ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ഈ പറഞ്ഞ എനർജികളും കർമ്മകളും വർക്കാവുന്നു എന്നതിനപ്പുറം ഡെസ്റ്റിനി എന്ന് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. എല്ലാം ഡെസ്റ്റിനി എന്നല്ല, ജീവിതത്തെ തിരുത്തുന്ന ചില മുഹൂർത്തങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അത് ഫിക്സഡ് ആണ്, നമ്മൾ ആർക്കും മാറ്റാൻ സാധിക്കില്ല. ബട്ട് കുറവാണ്. എല്ലാ ദിവസവും ഡെസ്റ്റിനി അല്ല, എല്ലാ ദിവസവും ദൈവം എഴുതി വെച്ചിട്ടൊന്നുമില്ല. ചില മൊമെൻറ്റുകൾ, ചില മുഹൂർത്തങ്ങൾ, ചില ഇവൻറ്റുകൾ മാത്രം എല്ലാവരുടെ ജീവിതത്തിലും പെർമനൻ്റ് ആയിരിക്കും. ജീവിതത്തെ മാറ്റി എഴുതുന്ന സന്ദർഭങ്ങളായിരിക്കും. അത് മാത്രമാണ് ഡെസ്റ്റിനി. അത് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ ആഗ്രഹത്തിന് അതുപോലൊരു ഡെസ്റ്റിനി ഉണ്ടാവും. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾ ഈ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണ് എന്ന ഡെസ്റ്റിനി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എത്ര മാനിഫെസ്റ്റേഷൻ ശ്രമിച്ചാലും അത് 20 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ. വേണമെങ്കിൽ 20-ന് അത്രയും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ ഒരു 19 18 ആക്കാൻ പറ്റും. അതിനും കുറയ്ക്കണമെങ്കിൽ യു ഷുഡ് ബി സംതിങ് ടോട്ടലി ഡിഫറെൻറ്റ്. അതായത് നമ്മൾ പറയില്ലേ, ഒരു മഹായോഗി, തപസ്വി എന്നൊക്കെ പറയുന്ന റേഞ്ചിലേക്ക് മാറിയാൽ മാത്രമേ 20-ന് അങ്ങനെ ചുരുക്കി 2 വർഷം ആക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് ദർ ഈസ് ഡെസ്റ്റിനി. അത് പ്രകാരം മാത്രമേ കാര്യങ്ങൾ സംഭവിക്കൂ. സോ ആ ഒരു കാര്യം കൂടെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമ്മളിവിടെ ശ്രമിക്കുന്നത് എന്താണ്? ഓൾറെഡി ഡെസ്റ്റിനിയിലുള്ള കാര്യം അത് വൈകുന്നുണ്ടെങ്കിൽ നമ്മളതിനെ കുറച്ചുകൂടെ വേഗത്തിലാക്കുന്നു. എന്താണ് വഴി? കാർമിക് ബ്ലോക്കേജുകൾ ഈ പറഞ്ഞ രീതിയിൽ ഇല്ലാതാക്കുക. എല്ലാത്തിനെയും, നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാത്തിനെയും മനോഹരമായി പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. ലോ ഓഫ് കർമ്മയെ ധിക്കരിക്കരുത്, അതിനെതിരായി പ്രവർത്തിക്കരുത്. കാരണം ഇത് ഫോളോ ചെയ്തിട്ടാണ് ജീവിതത്തിലെ എല്ലാം മാനിഫെസ്റ്റ് ആവുന്നത്.